ജിൻഡോ രണ്ട് കാര്യങ്ങളാണ് കാര്യത്തിൽ അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുമ്പോൾ ആദ്യമേ പറയണമെന്ന്. അതുകൊണ്ടാണ് there was something wrong from the very beginning itself. ശരി, ശ്രീ ജിൻഡോ ജോൺ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, BJP ആണോ നേരിടുന്നത് എന്നുള്ള സംശയം സമ്പത്തിനുണ്ട് കോൺഗ്രസ്. രണ്ട് എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങളോട് എന്തിനു മറച്ചു വെച്ചു താൻ മറ്റൊരു മണ്ഡലത്തിൽ കൂടി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്നുണ്ട് എന്ന കാര്യം എന്തിനു മറച്ചു വെച്ചു? അത് പോളിംഗ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചത്. ഈ രണ്ട് കാര്യങ്ങളാണ് CPM ചൂണ്ടിക്കാട്ടുന്നത്. മഞ്ജുഷേ, വേറെ അതിൽ അതിവിസ്തരിച്ചുള്ള കഥകളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നേരിട്ട് ആ ചോദ്യത്തിന് തന്നെ പറയാം. ഇവിടെ കോൺഗ്രസ് BJP ആണോ നേരിടുന്നത് എന്നുള്ള ചോദ്യത്തിന് സമ്പത്ത് ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാർക്ക് ഇപ്പോഴും സംശയമുണ്ടെങ്കിൽ അത് അവർ ഈ ഇന്ത്യ മഹാരാജ്യത്തെ 2024 തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കാതെ പറയുന്നതാണ്. ഇപ്പോൾ CPM എത്ര സീറ്റിൽ മത്സരിച്ചു, എത്ര സീറ്റിൽ BJP-ക്കെതിരായിട്ട് മത്സരിച്ചു എന്നുകൂടി അവർ പറയണം. കോൺഗ്രസ് മത്സരിച്ചതിനെ കുറിച്ച് പറയും. ഇപ്പോഴും കോൺഗ്രസിന്റെ സീറ്റ് നില 2019 ഇരട്ടി കഴിയുന്നു. ഇന്ത്യ മുന്നണിയുടെ സീറ്റ് നില കൂടുന്നു. ഇതിനൊക്കെ ആത്മവിശ്വാസം നൽകിയത് എന്തായാലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പയിൻ ആയിരിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം ഈ രാജ്യത്ത് ഉണ്ടാകുന്നു, അതിന് രൂപീകരണം കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് പരമാവധി ആളുകളെ കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് പോയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള സിക്കർ പോലും, രാജസ്ഥാനിലെ സീറ്റ് പോലും ഞങ്ങൾ CPM-ന് വിട്ടുകൊടുക്കുന്നു. അത് CPM എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിൽ നടത്തുന്ന ഇത്തരം തോന്നിവാസങ്ങൾക്കുള്ള എൻഡോഴ്സ്മെന്റ് അല്ല. പക്ഷേ CPM-നെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. എന്നിട്ടും അവർ തെരഞ്ഞെടുപ്പിന് ശേഷവും അതിനു മുമ്പും പറഞ്ഞതുപോലെ അവർ ഇപ്പോഴും കോൺഗ്രസിനെതിരെയാണ് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര സ്ഥലത്ത്, കേരളത്തിന് പുറത്തെങ്ങും പോയിട്ടില്ല, കേരളത്തിൽ എത്ര സ്ഥലത്ത് BJP-ക്കെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രചരണം നടത്തിയതായിട്ട് സൂചിപ്പിക്കാൻ കഴിയും? പകരം അദ്ദേഹം രാഹുൽ ഗാന്ധിയെ എന്തൊക്കെ വിളിച്ചു, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എത്രത്തോളം ആക്ഷേപിച്ചു. ആ ആക്ഷേപങ്ങളുടെ 1/4 പോലും വസ്തുതാപരമായിട്ട് BJP-യോ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ അദ്ദേഹം സമയമെടുത്തിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തത് അവിടെ മത്സരിക്കുന്ന സമയത്ത് നേരത്തെ അറിയിച്ചില്ല എന്ന്. 7 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. ആ 7 ഘട്ടമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് റായ്ബറേലി അടക്കമുള്ള സ്ഥലങ്ങളിലെ ഇലക്ഷൻ ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമല്ലേ കോൺഗ്രസ് ആരെ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. 2 സ്ഥലത്തും രാഹുൽ ഗാന്ധി മത്സരിച്ചു. ഇനി ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. കേരളത്തില് ചേലക്കരയിൽ നിന്ന് MLA ആയി മന്ത്രിയായ കെ രാധാകൃഷ്ണൻ പിന്നീട് ഞാൻ ഇവിടെ പോയി മത്സരിക്കും എന്ന് പറഞ്ഞിട്ടാണോ അന്ന് മത്സരിച്ചത്? അല്ലല്ലോ. ആലത്തൂർ മത്സരിക്കുമെന്ന് അന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആലത്തൂരുകാരോട് കാണിച്ചത് ചതിയാണെന്ന് നിങ്ങൾ പറയുമോ? അങ്ങനെ നമ്മൾ ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഈ രാജ്യത്തെ നിയമങ്ങളും സംവിധാനങ്ങളും അനുശാസിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അതിന്റെ മെറിറ്റ് കണ്ടിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ BJP-യുടെ പ്രതിനിധികൾ പറയുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വയനാടുകാരെ വഞ്ചിച്ചു എന്ന്. 2019 തെരഞ്ഞെടുപ്പിൽ വഡോദരയിൽ നിന്നും പിന്നെ വാരാണസിയിൽ നിന്നും നരേന്ദ്രമോദി മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞോ ഞാൻ ജയിച്ചു കഴിയുമ്പോൾ വഡോദര ഒഴിവാക്കുമെന്ന്? അങ്ങനെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനമെടുക്കേണ്ടത് ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് യുക്തമെന്നും യോജിക്കുന്ന കാര്യങ്ങളുമാണ് എടുക്കുന്നത്. ഇവിടെ ഈ പ്രാവശ്യം ഉണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ 7 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇലക്ഷൻ കമ്മീഷനാണ്. കോൺഗ്രസ് അല്ലല്ലോ അതിനൊന്നൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെ CPM-കാർ വിട്ടുതരണം. കാരണം രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമായിട്ടുള്ള വയനാട് സീറ്റിൽ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ കുറിച്ചൊക്കെ ആശങ്കപ്പെടുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ആനി രാജ എന്ന് പറയുന്ന ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ LDF അവിടെ പ്രഖ്യാപിച്ചത്? രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണെന്ന് അവർക്കറിയില്ലായിരുന്നോ? അവർ ഈ ഉന്നതമായിട്ടുള്ള ജനാധിപത്യ ബോധം പുലർത്തുന്നവരാണെങ്കിൽ അവർക്ക് അവിടെ മാറി നിന്ന് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമല്ലേ, തെരഞ്ഞെടുപ്പ് വേണ്ട, ഞങ്ങൾ രാഹുൽ ഗാന്ധിയോടല്ല മത്സരിക്കുന്നത്, ഞങ്ങൾ BJP-ക്കെതിരെ മത്സരിക്കാം എന്ന് പറഞ്ഞ് ആനി രാജ പോയി വാരാണസിയിൽ മത്സരിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് അത് സ്വീകരിച്ചില്ല? അപ്പോൾ ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും അവരുടേതായിട്ടുള്ള ഇലക്ഷൻ സ്ട്രാറ്റജികളുണ്ട്. ഞങ്ങളുടെ പാത സ്വീകരിക്കുന്നു, ഞങ്ങൾ ജയിക്കുന്നു, ഞങ്ങൾക്ക് ജനങ്ങൾ അംഗീകാരം തരുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്, നിങ്ങൾ അത് ചെയ്യുന്നുമുണ്ട്. രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഒരു കാര്യം കൂടി, മറ്റൊരു കാര്യം കൂടി ഇന്ന് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് കേട്ടു. ഇവിടെ മാറി നിന്നുകൊണ്ട് LDF ഒരു മാതൃക കാട്ടിക്കൂടെ എന്ന്.
അങ്ങനെ ഒരു ചോദ്യം എന്തിനാണ്? ഇത് രാഷ്ട്രീയ മത്സരമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ മുന്നോട്ട് വെക്കേണ്ട ആവശ്യവും ഇല്ല, കോൺഗ്രസിനില്ല. CPIയോട് പറയുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് പ്രിയങ്കയ്ക്കെതിരെയുള്ള മത്സരം ഒഴിവാക്കണമെന്ന്. അപ്പോൾ നിങ്ങളും അത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കേണ്ടി വരും. തീർച്ചയായിട്ടും മഞ്ജുഷ, ഞങ്ങളത് ചോദിച്ചത് കാര്യമായിട്ട് തന്നെയാണ്. രമേശ് ചെന്നിത്തല ചോദിച്ചത് വെറുതെ ഒന്നുമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഞങ്ങളുടെ ഒപ്പം നടക്കുന്ന CPM-ഉം CPI-യും പറഞ്ഞത് രാഹുൽ ഗാന്ധി മാറി നിൽക്കണം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ ആദ്യം ഒന്ന് ആനി രാജയെ അനൗൺസ് ചെയ്തു. അന്ന് ഇവർ മാറി നിന്നില്ലല്ലോ, രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമല്ലേ എന്ന് ചോദിച്ചു മാറി നിന്നില്ല. അതിനുശേഷവും ഇപ്പോഴും അവർ പറയുന്നു LDF-നെതിരെ അല്ല മത്സരിക്കേണ്ടതെന്ന്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ എങ്ങനെ മത്സരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. ഇനി തിരിച്ച് രമേശ് ചെന്നിത്തല ചോദ്യം പ്രസക്തമല്ലേ? കേരളത്തിലെ സാധാരണ സഹാക്കന്മാരെ മുതൽ PB അംഗം വരെയുള്ള ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ മാറി നിന്നുകൂടെ എന്ന്. ഞങ്ങൾ 3.5 ലക്ഷം വോട്ടിന് ജയിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ഞങ്ങൾ മാറി നിന്നിട്ട് ഈ പറഞ്ഞ സ്ഥാനാർത്ഥികൾ LDF-ന് വേണ്ടി മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ അതെന്ത് രാഷ്ട്രീയ ചോദ്യമാണ്? എന്ത് യുക്തിയാണ് അതിലുള്ളത്? അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്, ജയിക്കുമെന്ന് 100% ഉറപ്പുള്ള ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാറി നിന്നിട്ടല്ലേ BJP-ക്കെതിരെയുള്ള പോരാട്ടം LDF നടത്തേണ്ടത് എന്നുള്ള ചോദ്യമല്ലേ കൂടുതൽ പ്രസക്തമായിട്ടുള്ള ചോദ്യം? അവിടെ ബിനോയ് വിശ്വം ഉന്നയിക്കുന്ന കാര്യം അത് BJP-ക്ക് വളരാൻ സഹായകരമാകുമെന്നാണ്. കാരണം BJP-യുടെ വോട്ട് അവിടെ കൂടും, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മാറി നിൽക്കുന്നില്ല. ഞങ്ങൾ BJP-യെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഇതാണ് ബിനോയുടെ വാക്കുകൾ. മഞ്ജുഷ, അതിന്റെ ഒരു പ്രശ്നം, അതായത് അവർ മാറി നിന്നാൽ കോൺഗ്രസിന് കിട്ടാതെ ആ വോട്ട് BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം LDF-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണെന്നല്ലേ? അവർക്കൊരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ആ വോട്ടുകളൊക്കെ BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് ആവശ്യപ്പെടുന്ന BJP-ക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ കേരളത്തിലെ LDF-ന്റെ വോട്ടുകൾ നിൽക്കുന്നതല്ലേ അതിന്റെ അർത്ഥം? ശരി, ശ്രീ ഷാബു പ്രസാദ്, നിങ്ങൾക്ക്